My fiancé is still my fiancé, okay? വൈഫ് ആവാൻ എനിക്ക് കല്യാണം കഴിച്ചു. ഓണമുട്ടിച്ച് വരാം. ഗൈസ്, നമ്മളെ കല്യാണ തലേന്നാണ് ഗൈസ്. Are you excited? Yes, of course. Excited ആണ്.
ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം സമയം 3 മണിക്ക് 3:15 റെഡി ആവാൻ തുടങ്ങി. ടെമ്പിൾ ഷൂട്ടാണ് രാവിലെ. അങ്ങനെ ശ്രേയ രാവിലെ തന്നെ എത്തിയിട്ടോ. ശ്രേയ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 3 മണിയെല്ലാം ആകുമ്പോൾ ഓളെത്തി. എന്നിട്ട് ഓൾ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് രാവിലെ 7 മണിക്കാണ് പിന്നെ ഫോട്ടോഗ്രാഫേഴ്സൊക്കെ അമ്പലത്തിൽ വരാമെന്ന് പറഞ്ഞു. നമുക്ക് അമ്പലത്തിൽ നിന്നാണ് ഷൂട്ട്. അപ്പം ഞാനിപ്പോൾ കണ്ണിന് ലെൻസൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. ഇന്നലെ താമരയൊന്നും കാണുന്നതിലുണ്ടായിട്ട്. അങ്ങനെ ശ്രേയ രാവിലെ തന്നെ വന്നിട്ട് മേക്കപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പം ഇന്നലെയാണ് നമ്മുടെ ഹൽദി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഇന്നാണ് ടെമ്പിൾ ഷൂട്ടും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് നാളെ കല്യാണം. കാരണം പിന്നെ നമുക്ക് ഹൽദിയൊക്കെ തലേ ദിവസം വെച്ചാൽ ഭയങ്കര നമുക്ക് ആർക്കും മര്യാദയ്ക്ക് ഉറക്കും കാര്യങ്ങളൊന്നും കിട്ടൂല എന്നില്ല ആ ഒരു ഇതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം മുന്നേ ഹൽദി വെച്ചിട്ട് ഈ ഒരു ദിവസം ഫ്രീ ആവും. കാരണം നമ്മളിപ്പം അമ്പലത്തിൽ പോയി തിരിച്ച് വന്നാൽ നമ്മളെല്ലാവരും ഫ്രീ ആണ്. പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. അപ്പം ഇന്ന് ഫുള്ള് നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് വെഡ്ഡിങ്ങിന് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നേരത്തെ വരും മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുവരെ നല്ല ഉറക്കമൊക്കെ കിട്ടിയാൽ മാത്രമേ പിറ്റേ ദിവസം കല്യാണത്തിന് നല്ല ഉഷാറോടെ നിൽക്കാൻ പറ്റുള്ളൂ. ഗൈസ്, നിങ്ങൾ ബാക്കിൽ കിടന്നിട്ട് ഉറങ്ങുന്ന ഒരാളെ കണ്ടു. അത് മറ്റാരുമല്ല, മിഥുനയാണ്. ഇന്നലെ ഹൽദി കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. മിഥുന കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ രാവിലെ വിളിക്കണ്ട, 6 മണിക്ക് വിളിച്ചാൽ മതി, അന്നേരം എഴുന്നേക്കാന്ന്. പക്ഷെ അവൾ അതിൻ്റെ ഇടയിലൊക്കെ എഴുന്നേറ്റിട്ട് എന്തൊക്കെയോ പിച്ചും പേയൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടെമ്പിൾ ഷൂട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലാണ് കേട്ടോ, കോടോത്തിലാണ് നമ്മൾ ഇന്ന് രാവിലത്തെ ടെമ്പിൾ ഷൂട്ടിന് വേണ്ടി പോകുന്നത്. മുടിയല്ലേ അവിടെ കിടന്നുറങ്ങും നമുക്ക്. അങ്ങനെ ഇനി എൻ്റെ ഹെയറാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഞാൻ ബ്ലൗസൊക്കെ ഇട്ട് വന്നു. ഇത്ര മാത്രം, വേറെ ഒന്നുമില്ല. ഇത് മാത്രം ഇടാൻ വിചാരിക്കുന്നു. ഇത് മാത്രം മതി. അങ്ങനെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് ഏകദേശം കഴിയാറായി. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വയറിങ്ങനെ ഗ്യാസാണോ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു. ഞാൻ എനിക്ക് വേണ്ട എക്സാക്റ്റ് ലുക്ക് എന്തായിരിക്കണമെന്ന് ശ്രേയക്ക് ഓൾറെഡി ഒരു പിക്ചർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ അതെങ്ങനെയാണോ ഞാൻ ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ് എനിക്ക് ശ്രേയ എന്നെ ഒരുക്കി തന്നത്. പിന്നെ നമുക്കൊക്കെ കല്യാണത്തിന് ഇങ്ങനെയാണോ ഇങ്ങനെ ഒരുങ്ങണം എന്നൊക്കെ ഒരു ഇതുണ്ടാവുമല്ലോ. ഞാനിത് എത്രയോ കാലം മുമ്പ് തന്നെ നോക്കി വെച്ചിട്ടുണ്ടായ ഒരു ലുക്കാണ്. അപ്പം അത് എനിക്ക് അതുപോലെ ആക്കി തന്നു ശ്രേയ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ടെമ്പിൾ ലുക്കാണ്. ഇന്നത്തെ എൻ്റെ ലുക്ക് സെറ്റാക്കി തന്നത് ശ്രേയാണ്. ശ്രേയ വാ. ശ്രേയന്റെ നമ്മളെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓളെ ഇത് പോയി നോക്കണം. അപ്പം ഓളാണ് എൻ്റെ ഇന്നത്തതും ഇന്നലത്തെയും മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോ ബാക്കി എല്ലാവരും റെഡി ആവുന്നു. ജ്യോതി റെഡി ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് അമ്പലത്തിൽ പോവാം. അമ്പലത്തിലല്ല, തറവാട്ടിൽ, എൻ്റെ അച്ഛൻ്റെ തറവാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ലുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക് വന്നിട്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ശ്രേയ ഉണ്ടാക്കിയൊരു വീഡിയോ കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്.
ഇതാണ് നമുക്ക് ഇന്നലെ ഹൽദീൻ്റെ ഫുഡൊക്കെ സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെയായിരുന്നു. അങ്ങനെ ഞാനും ശ്രേയും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പുറത്ത് വന്നെയാണ്. അങ്ങനെ എൻ്റെ കയ്യിൽ ഐശ്വര്യേച്ചിൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച ഒരു നെറ്റിച്ചുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി വെച്ചിട്ട് നമ്മളെ ലുക്ക് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും എല്ലാവരും അമ്പലത്തിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതുകൂടി വെച്ചപ്പോൾ നമ്മൾ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. Hi guys, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. Hi, today our food ഇടിയപ്പം വട സാമ്പാർ like പച്ചടി കിച്ചടി. Yeah, so good I think. നമ്മൾ ആദ്യം ഇടിയപ്പം എടുത്തിട്ട് സാമ്പാർ മുക്കി ചമ്മന്തി മുക്കി. Guys, super. പിള്ളേർ തിന്നാ ഓർക്കുക. Bye bye guys. അപ്പോൾ ഇതായിരുന്നു എൻ്റെ കംപ്ലീറ്റ് ലുക്ക് ആഫ്റ്റർ നെറ്റിച്ചുട്ടി ആൻഡ് മറ്റേ അരപ്പട്ട ഇട്ടതിന് ശേഷമുള്ള ലുക്ക്. അതിനുശേഷം നമ്മൾ ഇറങ്ങുവാണ് കേട്ടോ. ഇപ്പം തന്നെ കുറച്ച് ലേറ്റായി നമ്മൾ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ട് കോടോത്തേക്ക് കുണ്ടംകുഴി എത്തുമ്പോൾ ശ്രീയും കൂടി ജോയിൻ ആയി നമ്മളൊപ്പരം. എന്താ എന്താണ് പറയാ? ഇവനെയാണോ മുത്തൊക്കെ വിളിക്കുന്നത്? മുത്തോ കേട്ടുപോയല്ലോ ഞാന്. അങ്ങനെ നമ്മൾ എത്തുമ്പോഴത്തേക്കും ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. അതിനുശേഷം നമ്മൾ തറവാട്ടിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചിട്ട് പിന്നെ അവിടുന്ന് പ്രദക്ഷിണമൊക്കെ വെക്കും. അപ്പം ആ ടൈമിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവരൊന്നും എണീച്ചിട്ടില്ല. ഹെവി വീഡിയോഗ്രാഫർ അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇതന്നെയായിരുന്നു സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ. റിപ്പീറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ഇവിടെ ടെമ്പിൾ ഷൂട്ട് കഴിഞ്ഞാൽ ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് ഇനി ഒരു പരിപാടിയും ഇല്ല. നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്യാമറാമാനെല്ലാം നമുക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലെത്തിയിട്ട് അരി ഇരിക്കൽ പരിപാടിയുണ്ട്. നമുക്ക് അറിയില്ല, കണ്ണൂർ വരെ ഇതുണ്ട്. അതിന് ശേഷം അങ്ങോട്ടേക്കുള്ള സൈഡിൽ ഈ ഒരു ആചാരം ഉണ്ടോ എന്ന് എനിക്ക് നേരെ അറിയില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ നമുക്ക് അരി ഇരിക്കൽ നമുക്കൊരു പരിപാടിയുണ്ട്. അതായത് നമ്മളെ മുതിർന്നവരും അച്ഛൻ, അച്ഛമ്മ, അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അനിയന്മാർ, അങ്ങനെ എല്ലാവരും നമ്മളെ വന്ന് അനുഗ്രഹിക്കും. ആ ഒരു പരിപാടിയുണ്ട് നമുക്ക് കല്യാണത്തിന്. അപ്പോൾ അതാണ് ഇനി ഈ ടെമ്പിൾ ഷൂട്ടിന് ശേഷം നമ്മൾ വീട്ടിൽ പോയിട്ട് ഇനിയുള്ള പരിപാടി. അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തേക്ക് എല്ലാം കലാസ്. വെറുതെ ഗൈസ് നമ്മളിന്ന് ടെമ്പിൾ ഷൂട്ടിലാണ് ഗൈസ്. സീ ദ ബ്രൈഡ് ആൻഡ് ഗ്രൂം. എവിടെ? അപ്പോൾ നമ്മുടെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഈ കറുത്ത കൈകൾക്ക് പിന്നിൽ ഇവരാണ് ഗൈസ്. എവിടെയോ മയിലുണ്ടായിരുന്നല്ലോ. പോയി
കണ്ടോ മയില്? ഒരു മിനിറ്റ്, വ്ളോഗില് മയിലിനെ പിടിക്കട്ടെ. നിങ്ങൾ പിടിക്കും. അങ്ങനെ പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. കസിൻസും എല്ലാവരും, എൻ്റെ സൈഡിലുള്ള കസിൻസും പിന്നെ ഇവൻ്റെ സൈഡിൽ നിന്ന് നീതുവും പിന്നെ അമ്മാവൻ്റെ മോളും അതുപോലെ തന്നെ വേറെ ഒരു കസിനും കൂടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫുള്ള് നമ്മൾ ആയിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ തറവാട് എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലമാണ്. പൊതുവേ ഇങ്ങനെ കല്യാണം ഷൂട്ടും വെഡ്ഡിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. കുറേ ആൾക്കാർ ഇവിടെ വന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പോകാറുണ്ട്. അങ്ങനെ കസിൻസിൻ്റെ ഒപ്പരമുള്ള ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കപ്പിൾ ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കുളത്തിൻ്റെ കരയിൽ നിന്ന് കുറച്ച് കപ്പിൾ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളെ കപ്പിൾ ഫോട്ടോസ് എടുക്കുന്ന തക്കം നോക്കിയിട്ട് ഇവർക്ക് പിന്നെ എന്തായാലും നമ്മളെ ഫോട്ടോസ് അവിടെ എടുക്കുന്ന സമയത്ത് ഇവരെല്ലാവരും പോസ്റ്റാണല്ലോ. അങ്ങനെ ഇവർ വണ്ടി ഉള്ളതുകൊണ്ട് വണ്ടീൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ഇപ്പോൾ എടുത്ത് കാണുന്നുണ്ട് ഫോണിൽ. അപ്പം ഇവർ വേറെ തന്നെ സെപ്പറേറ്റ് വന്നിട്ട് ഇവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ശ്രീകുട്ടൻ എടുത്ത വീഡിയോ ആണെന്ന്. അങ്ങനെ കുറേ വണ്ടീൻ്റെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർ. എനിക്ക് എൻ്റെ വെഡ്ഡിങ് വ്ളോഗ് ഒരു ഭയങ്കര ഡോക്യുമെൻ്ററി ഫിലിം പോലെ ഉണ്ടാക്കണമെന്നുള്ളതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ്. ഒരു പണിയില്ലാത്ത അഞ്ജനയുടെ അനിയന്മാരും അവരുടെ പങ്കാളികൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര എപ്പോൾ കണ്ടാലും നമുക്ക് ആ ദിവസമൊക്കെ ഇപ്പം പോയ പോലെ തോന്നണമെന്നില്ല രീതിക്ക് എനിക്ക് എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലിമിറ്റേഷൻസൊക്കെ എനിക്കുണ്ട് ക്യാമറയും ഇങ്ങനെ പിടിച്ച് നടക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഓൾറെഡി ഇങ്ങനെ എടുക്കാൻ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഇവരെന്നെ എടുത്തു തന്നതാണ് എനിക്ക്. ഇത് പിന്നെ എഡിറ്റാക്കി പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയത്, വേറെ ഒന്നും കൊണ്ടല്ല. ഏതങ്ങനെ കാണിക്കാ? ഞാൻ തലയെ കുത്തി അല്ലട നിൽക്കുന്നേ. അതൊക്കെ കൊള്ളായിരുന്നു. എനിക്ക് ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ളോഗ് ഞാനും ജ്യോതിയാണ്. ഹിബേച്ചിക്ക് ഒരു വീഡിയോ ആക്കാം. ഹിബേച്ചി, ഹായ് ഹിബേച്ചി, വി റിയലി മിസ് യു. നമ്മൾ രണ്ടാളും കൂടിയിട്ട് ഒരു വീട് കെട്ടുന്നുണ്ട്. അതിനുള്ള സ്റ്റോണ് ഹിബേച്ചി സ്പോൺസർ ചെയ്യണമെന്നാണ്. കാരണം പകുതി സ്റ്റോൺ എൻ്റെ ഉണ്ട്, പകുതി സ്റ്റോൺ ജ്യോതിച്ചിട്ടുണ്ട്. ബാക്കി ഹിബേച്ചി 80% ഹിബേച്ചി സ്പോൺസർ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു, ദാറ്റ്സ് ഓൾ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇവരെ ഈ വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളത്. ഇത് ഹിബക്കും ജ്യോതിക്കും അച്ഛനും മാത്രം മനസ്സിലാവുള്ളൂ. സ്റ്റോണിൻ്റെ കാര്യം പറഞ്ഞാൽ വേറെ ഒന്നല്ല, ഇവർക്ക് 3 ആക്കം കിഡ്നി സ്റ്റോൺ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഹിബക്ക് ഇപ്പം പെട്ടെന്ന് വയ്യാണ്ടായി. അപ്പം ആ ഒരു ഇതിലാണ് അവർ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി ഒരു വ്ളോഗ് ഇടാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഫോൺ മൊത്തം ഹാങ് ആയിട്ട് ഞാനിത് സ്പ്ലിറ്റാക്കി ഇടേണ്ടി വന്നു ലാസ്റ്റ്. എനിക്ക് ഫോൺ ആകെപ്പാടെ ഹാങ് ആയി, എനിക്ക് എഡിറ്റ് ആക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പാർട്ടായിട്ട് ഇടാന്ന് വിചാരിച്ചേ. ഞങ്ങളെ വിളിക്കാം. വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞാൻ വിചാരിച്ചു കല്യാണം വ്ളോഗ് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് ഇടാന്ന്. എന്നാൽ മാത്രമേ എനിക്ക് ഇടാൻ പറ്റുള്ളൂ. നല്ല ചിരിച്ചോടെ നടക്കുന്നില്ല.
ഇവിടുത്തെ സംഭവം എന്താണെന്നറിയോ, ഞാൻ എന്തോ കാര്യം പറയാൻ വേണ്ടിയിട്ട് ശ്രീൻ്റെ ചെവിയിൽ വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു അത് നല്ല അടിപൊളി ഷോട്ടാണ്, അത് നല്ല അടിപൊളി ഷോട്ടാണ്, ഒന്നും കൂടി ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് ഒന്നും കൂടി ചെയ്യിപ്പിച്ചതാണ്. ആദ്യം നാച്ചുറലായിട്ട് വന്നു, പിന്നെ അത് ആർട്ടിഫിഷ്യലായിട്ട് വന്നു. നല്ല സ്മൈൽ ചെയ്യാ. 2 സ്റ്റെപ്പ് ബാക്കോട്ട് ഇറങ്ങിയത്. ഓക്കെ മതി. ഓക്കെ റെഡി. ഇവിടെ നോക്കി നല്ല സ്മൈൽ മതി. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കോടോത്താണുള്ളത്. ഫോട്ടോഷൂട്ട്. രാഹുൽ കടന്നു വരുന്നുണ്ട്. പുറകിലാരായിരുന്നു? സേ ഹായ്. ക്ഷണിച്ചോ? പിന്നെ എന്തൊക്കെയുണ്ട്, സുഖന്നല്ലേ? ഓക്കെ. അശ്വിൻ്റെ ചേച്ചിക്കേക്ക് കടന്നു വരൂ. മിഥുന ആറ്റിറ്റ്യൂഡ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിട്ട് പിന്നെ അരിയിടൽ പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ബാഗിലെടുത്തോ. അങ്ങനെ ആദ്യം എൻ്റെ അച്ഛനും അമ്മയാണ് എന്നെ അനുഗ്രഹിച്ചത്. അതിനുശേഷം ഇതെൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ അച്ഛനാണ് വന്നിട്ട് അനുഗ്രഹം തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അച്ഛമ്മ. അങ്ങനെ അച്ഛന് ശേഷം പിന്നെ വന്ന് അനുഗ്രഹിച്ചത് എൻ്റെ അച്ഛമ്മയാണ്. ഇത് നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളൂ കേട്ടോ. എൻ്റെ അച്ഛൻ്റെ ഫാമിലിയും എൻ്റെ അമ്മേൻ്റെ ഫാമിലിയും മാത്രമേ ഇപ്പം ഇവിടെ ഉള്ളൂ. വേറെ ആരും കാര്യമായിട്ടില്ല ഇവിടെ. പൊതുവേ നമുക്ക് അരിയിരിക്കുന്ന ചടങ്ങ് കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് ഉണ്ടാവല്. സോ ഇതെന്ന് പറയുന്നത് ഗിഫ്റ്റൊക്കെ തരാനുള്ളവർ ഗിഫ്റ്റായിട്ട് തരും, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം വെച്ചതെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ എല്ലാവരും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളടുത്ത് വരും. സോ അങ്ങനെ നമ്മൾ വാങ്ങുന്നില്ല എന്ന് വെച്ചുകൊണ്ടാണ് തലേദിവസം ഈ പരിപാടി നമ്മളാക്കിയത്. അതും എല്ലാം രാവിലെ മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്, അതിനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പരിപാടി, ഈ ചടങ്ങ് നമ്മൾ തലേദിവസമാക്കിയത്. പിന്നെ അമ്മമ്മ, അച്ഛൻ്റെ അനിയൻ, അമ്മേൻ്റെ ചേച്ചി ഇവരെല്ലാം ആണ് പിന്നെ എനിക്ക് അനുഗ്രഹം തരുന്നത്. അടുത്തേക്ക് ആ കൈ പിടിച്ചിട്ട് മറ്റേ കൈ പിടിച്ചിട്ട് കൈ ഓക്കെ മറ്റ പൊട്ടിയായി ചേച്ചി. ബാക്കിയെല്ലാം കസിൻസ് വരുന്ന കേട്ടോ. അവർ പിന്നെ അരി ഇരിക്കലൊന്നുമില്ല, കാരണം ഞാനാണല്ലോ വീട്ടിലെ മൂത്ത കുട്ടി. അപ്പം എല്ലാവരും ഷെയ്ക്കാൻ്റെ തന്നും വിടും, അത്ര തന്നെ.
അപ്പോൾ ഇതാണ് അച്ചു, എൻ്റെ അനിയൻ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ഞാനാണ് മൂത്ത കുട്ടി. അപ്പോൾ നമ്മളെല്ലാവരും ഫോർവേഡ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടായിരുന്നു. എല്ലാവരും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയായിരുന്നു നമ്മൾ ഇത്രയും കാലം കാത്തു നിന്നതെന്ന് വരെ പറയാം. നമ്മൾക്ക് എല്ലാവർക്കും അത്രയും ഇങ്ങനെ കല്യാണം കാണണം. അച്ഛനും അച്ഛമ്മക്കും എൻ്റെ അമ്മമ്മക്കും എല്ലാവരും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് കാത്തിരുന്നത്. അപ്പം അങ്ങനെ അത് നടക്കാൻ പോവാന്ന്. പിന്നെ അപ്പം അതിൻ്റേതായിട്ടുള്ള സന്തോഷവും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ അരിയിരിക്കൽ കഴിഞ്ഞതോടെ നമ്മൾ പിന്നെ ഫോട്ടോ സെക്ഷനിലേക്കാണ് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ ഞാനാണ് മൂത്തത്. പക്ഷെ അമ്മേൻ്റെ ഫാമിലിയിലല്ല. അമ്മേൻ്റെ ഫാമിലിയിൽ ഓൾറെഡി ഇപ്പം എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ഇനി ഇപ്പോഴേ അടുത്തതാരതും ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. ബാക്കിയെല്ലാം കുറച്ച് പൊടിപ്പിള്ളറാണ്. അതുകൊണ്ട് പിന്നെ അങ്ങനെയാണ്. അപ്പോൾ ഇത് നമ്മളെ ഫസ്റ്റത്തെ കല്യാണം ആയതുകൊണ്ട് തന്നെ കസിൻസും എൻ്റെ ഫ്രണ്ട്സും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആരും മിസ്സാക്കിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പഠിക്കാനും ജോലി ചെയ്യുന്നതായിട്ട് ഓരോരോ സ്ഥലത്താണ് ഉണ്ടായിട്ടുണ്ടായത്. പക്ഷെ എല്ലാവരും ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ടെല്ലാം മാറ്റി വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മോളോട് ചിരിച്ചു, മോളെ നോക്കി, മോള് ചിരിക്കുന്ന അപ്പം നമുക്ക് ആക്ച്വലി ഈ ഫോട്ടോ സെക്ഷൻ കൂടി കഴിഞ്ഞാൽ നമുക്കിനി പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മളെല്ലാവരും പോയി ഫുഡ് കഴിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നാളെ ഫുൾ പവറിൽ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അല്ലറ ചില്ലറ ചെറിയ ചെറിയ പരിപാടീസൊക്കെ ചെയ്യാനുണ്ട്. അത് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇതെൻ്റെ ഇളയമയാണ്. ഇളയമയൊക്കെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസം ഇവരെല്ലാവരും ഹൽദിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വെറുതെ ജസ്റ്റ് വന്നെയാണ്. ഹലോ ഗൈസ്, ജ്യോതി നമ്മളെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട്ടിലേക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരട്ടെ. ഇന്ന് ചെക്കൻ്റെ വീട്ടിലെ പരിപാടിക്ക് ജ്യോതി ഇവിടെ എല്ലാം ഇട്ടേച്ച് പോകുന്നു. ഇനി നമ്മള് നാളെ ജ്യോതി അതെ ഇന്ന് ഇടാ ഉണ്ണേട്ടന്റെ ശ്രമത്തിലാണ് ഞാൻ വീണത്. കുളിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഇതിനെ കുളിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് വെച്ചാല് അതെ പുതിയ കപ്പിൾസ് ആണ്. ന്യൂ കപ്പിൾസ് ഇൻ ടൗൺ. ഇങ്ങനെ ഇവര് നമ്മള് സിംഗപ്പൂരിലുള്ള ഫ്രണ്ട്സ് ആണ്. ഇവരെ കല്യാണം ഇപ്പോൾ 25th കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവര് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. നമ്മളെ കല്യാണ തലേന്നാണ് ഗൈസ് നമ്മള് ഫുഡ് കഴിക്കുന്നു. ബിരിയാണി ഉണ്ട്. നമ്മള് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നുറങ്ങും. നാളെ രാവിലെ 3 മണിക്ക് എഴുന്നേക്കും. സോറി 2 മണിക്ക് എഴുന്നേക്കും. മേക്കപ്പ് തുടങ്ങും. കിങ്ങണി നാളെ ഞാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താ? കിങ്ങണി നാളെ ഞാൻ പോകുന്നതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം പറയൂ. സങ്കടം ഉണ്ടോ കിങ്ങണി? എനിക്ക് സങ്കടമുണ്ടോ?
ഓ സങ്കടം ഉണ്ടോ? എനിക്കറിയണ്ട. വണ്ടി അടിക്കാനുണ്ട്. അത് അടിക്കണ്ടല്ലേ, തോർത്തണ്ടല്ല. പൊന്നു എന്താക്കുന്നേ? ഞാൻ നാളെ വീഡിയോ വിട്ട് പോകുന്നതല്ലേ, അപ്പൊ ഞാൻ ലാസ്റ്റ് ആയിട്ടൊന്ന് ഗൈസ്, ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ. നാളെയാണ് കല്യാണം. ലാസ്റ്റ് ഡേ ഇൻ മൈ ഹോം. ഐശ്വര്യ ഞാനും കൂടെ ഇവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ പ്രഗ്യ ചേച്ചി 2 മണിയാകുമ്പോഴത്തേക്ക് എത്തും. റെഡി ആവണം. പിന്നെ നമ്മള് കല്യാണ സാരി ഗൈസ്. അപ്പം ഇതാണ് കല്യാണ ബ്ലൗസ്. ഐശ്വര്യച്ചൊന്നും കൊണ്ടാണ്. പിന്നെ കല്യാണ സാരി കാണിച്ചു തരാം. എൻ്റെ ബ്ലൗസ്, നാളത്തെ എൻ്റെ കല്യാണ ബ്ലൗസ്. ഇത് എൻ്റെ കല്യാണ സാരി. ഓക്കെ, ഇതാണ് കല്യാണ സാരി. പിന്നെ ഇത് ഗോൾഡ്. ഇതാണ് ഗോൾഡ് വന്നിട്ട് തിരിച്ച്. So this is my gold. This one. Yes. പിന്നെ കുറച്ച് മോതിരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വഴിയ വരുന്നതായിരിക്കും. പുനേജിക്ക് പോകുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? പോകുന്നതിനെ പറ്റിട്ട് എന്താണ് അഭിപ്രായം? ഇത് മറ്റേ എക്സ്പെക്ടേഷൻ വേഴ്സസ് റിയാലിറ്റി. ഇതാണ് ഒറിജിനൽ ലുക്ക്. ഇനി നാളെ വെക്കാം. സൂം ആക്കിയിട്ടുണ്ടോ? ഇല്ലപ്പാ, ആക്കണോ? വേണ്ട വേണ്ട വേണ്ട, സൂം ആക്കണം. ഇനി പറയും. എന്ത് പറയണ്ടേ? എന്തായിരിക്കും എനിക്ക്? Are you excited? Yes, of course. Excited ആണ്, പക്ഷേ little bit അല്ല, more and more. പൊന്നു നാളെ തൂറാൻ പറ്റുമോ? അങ്ങനെ നമ്മളെ കുറച്ച് ലൂസ് സ്റ്റോക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ സ്കിൻ കെയറിലേക്ക് സ്കിൻ കെയർ തുടങ്ങി. വേറൊന്നുമല്ല, നാളെ ഇപ്പം മേക്കപ്പൊക്കെ ചെയ്യണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് സ്കിന്നൊക്കെ പ്രിപ്പ് ചെയ്തിട്ട് കിടക്കാനുള്ള ടൈമില്ല. അപ്പോഴത്തേക്കും നമുക്ക് എഴുന്നേക്കാനായി. സോ ഗൈസ്, ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ ക്യാമറ വുമൻ മിഥുനേൻ്റെ ഒപ്പരാണ്. അപ്പം മിഥുന വെറുതെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇത് കൂടി ഇതിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. യൂസ് ചെയ്യുന്നത് പ്ലമ്മാണ്. ഇപ്പം ഞാൻ തൽക്കാലം ടോണറും പിന്നെ നിയാസിനമൈഡിൻ്റെ സെറം ആൻഡ് മോയ്സ്ചറൈസറും സെയിമിൻ്റെ മോയ്സ്ചറൈസറും പിന്നെ ഒരു ലിപ് ബാം മാത്രമേ ഇടുന്നുണ്ട്. കാരണം ഇപ്പം നമുക്ക് എഴുന്നേക്കാനായില്ലേ, അപ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് സ്കിൻ ഒന്ന് പ്രെപ്പ് ചെയ്ത് മാത്രം. Which is the main thing. Get hydrated. ഓക്കെ, കല്യാണം റെഡി. ഇതിനൊക്കെ സങ്കടമുണ്ടോ ഞാൻ പോകുന്നതില്? ഇഷ്ടപ്പെട്ടു. കണ്ട, ഇതാണ് ഗൈസ് എൻ്റെ കസിൻസ്. ഇങ്ങനെ ആയിരിക്കണം കസിൻസ് ആയാല്. ഒട്ടും വിഷമമില്ല. ഉണ്ടപ്പാ, ഉണ്ടാ നല്ലോണം സങ്കടം വരും. ഞാൻ കരയും. പൊന്നേച്ചി കരഞ്ഞാ പിന്നെ ഞങ്ങൾ കരയാണ്ടിരിക്കുക. ഞാൻ എന്തായാലും കരയും. കാരണം അപ്പൊ ഞങ്ങളും കരയണം. യു ഗൈസ്, നിങ്ങൾ എന്നെ ഞാൻ കരയാതിരുന്നാല് മൈക്കാണൊക്കെ പിടിച്ച ഞാൻ കരയാതിരുന്നാല് നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ വാങ്ങിച്ചു തരും.
എന്ത് ചോദിച്ചാലും മനസ്സിലു കരി നിക്കുന്നു. എന്ത് എനിക്ക് പൈസ കൊടുത്താൽ കരയും. അല്ല എനിക്ക് തന്നെ അറിയാം, ഞാൻ മാക്സിമം കൺട്രോൾ ചെയ്യും. പിന്നെ പൊട്ടിയാ പിന്നെ നിർത്തിയില്ല. മുല്ലപ്പെരിയാർ പൊട്ടിയാൻക്കാം ചിലപ്പം ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ മേക്കപ്പ് ആലോചിക്കണം. ഇത്രയും പൈസ കൊടുത്ത് മേക്കപ്പ് ചെയ്തിട്ട് കരയാണ്ട് ഇരിക്കണം. പിന്നെ അറിയില്ല, എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഞാൻ കരയാണ്ട് ഇങ്ങനെ നിൽക്കുന്നു. മസിലൊടിച്ചിക്കണം. ഇമോഷൻസ് എന്തായാലും പിന്നെ എന്തെന്ന് പുറത്ത് വിടണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ പെട്ടെന്ന് ഇമോഷണൽ ആവും. ഞാൻ നേരത്തെ തന്നെ എനിക്ക് ആരൊന്നും ചോദിച്ചപ്പാടെന്ന് എനിക്ക് പെട്ടെന്നൊരു അടുത്ത് തന്നെ വീട്. എന്നാലും എവിടത്തേക്ക് പോന്ത് പൊന്നു? എവിടത്തേക്ക് പോന്ത്? എത്ര കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ എത്ര ഉണ്ട്? 2. എന്നാലും ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് അവിടെ നിൽക്കുന്നത് ഡിഫറെന്റ് ആണല്ലോ. അത് ഡിഫറെന്റ് ഫാമിലി, ഇത് ഡിഫറെന്റ് ഫാമിലി. ഇനിയിപ്പോ പുതിയതായിട്ട് പോകുന്നതല്ലേ, നമ്മള് അറിയാം, ഓൾറെഡി അറിയാം. എന്നാലും പൊന്നു ഡബിളാ, ഡബിൾ അടിയുണ്ട് ഇടിയുണ്ട്. ചാർജ് അപ്കമിങ് ബ്രൈഡ്സിനോടുള്ള ടിപ്സ് എന്താണ് പൊന്നു? ഞാൻ കഴിഞ്ഞിട്ടല്ല കഴിഞ്ഞപ്പാട് ഞാൻ പറയാറുണ്ട്. ഇപ്പൊ എനിക്കൊന്നും തിരിയുന്നില്ല. ഇതെന്ത് കൊറേ വയ എന്തെല്ലാം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞത്? എന്തെങ്കിലും പറഞ്ഞിട്ടേ ഞാന് സാരി, അതെല്ലാം എടുത്തു വെച്ചു. ബ്ലൗസ്, അതെല്ലാം ഉണ്ട്. എല്ലാം സെറ്റാണ്. ഇനി കിടന്ന് ഉറങ്ങണം. പിന്നെ ഞാനും ഡസ്റ്റ്ബിനിൽ കളഞ്ഞിന്, കാർപ്പറ്റിലൊട്ടിച്ചത്. ഗൈസ്, ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് ഹിബ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് വരാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിൽ അവൾ അറിയാണ്ട് കരഞ്ഞു പോയി ഗൈസ്. അപ്പം ഞാൻ അവൾ അറിയാണ്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്തതാണ്. സബ്സ്ക്രൈബേഴ്സിനെല്ലാം വിളിക്കുന്നില്ലേ പൊന്നേച്ചി? എല്ലാ സബ്സ്ക്രൈബേഴ്സും കല്യാണത്തിന് വരൂ. വ്ളോഗ് എടുക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് വരുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്ത് അപ്പൊ എന്താണ് ഞാൻ എൻ്റെ വീട്ടില് ബിഫോർ ഗോയിങ് ടു മിസ്സിസ് ഞാൻ അപ്പൊ നാളെ രാവിലെ, നാളാന്നല്ല ഇപ്പൊ എഴുന്നേക്കാൻ ഇനി 2-3 മണിക്കൂറിൽ ഉറക്കേ ഉള്ളൂ. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കട്ട് വരണോ? ഓക്കെ, അപ്പൊ ഞാൻ കിടക്കാൻ പോകുന്നു. അപ്പൊ നാളെ ഈ വേശ്യയായിരിക്കില്ല, ഈ ലുക്ക് ആയിരിക്കില്ല, പുതിയൊരാളായിരിക്കും. ഓക്കെ, അപ്പൊ ഗുഡ് നൈറ്റ്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നാണ് എൻ്റെ കല്യാണം. ഞാൻ എഴുന്നേറ്റു. ഇപ്പോൾ ഒരു 1:50 ആള് പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഒന്ന് ബ്ലൗസൊക്കെ ഇട്ടിട്ട് സംഭവം തുടങ്ങും. അപ്പോൾ ഓക്കെ. ഞാൻ എൻ്റെ കോസ്റ്റ്യൂമിൽ കയറി. അവർ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇത് പ്രഗ്യ ചേച്ചിയാണ്. ഇവർ തന്നെയാണ് എനിക്ക് എൻ്റെ എൻഗേജ്മെൻറ്റിനും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇവർ വന്നിട്ട് പിന്നെ നമ്മൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി.
അങ്ങനെ നമ്മൾ ലെൻസൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഫസ്റ്റ് തന്നെ മേക്കപ്പ് തുടങ്ങി. ആദ്യം നമ്മൾ ഐ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്കൊരു ഡ്രേപ്പിസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. ആള് പിന്നെ നമ്മൾ എന്താ പറയുക സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് സെറ്റാക്കിയിട്ട് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഐശ്വര്യേച്ചിയും ഞാനും ആയിരുന്നു ഒരുമിച്ചിട്ട് കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇവർ വന്നപ്പോൾ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കിടന്നുറങ്ങണം എന്നൊക്കെ വെച്ചിട്ട് കിടന്നതാണ്. പക്ഷെ നമുക്ക് രണ്ടാൾക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങിയത് 12:45 1 മണിക്ക് അങ്ങാമറ്റാണ് നമ്മൾ കിടന്നുറങ്ങിയത്. പക്ഷെ നമ്മൾ വൈകുന്നേരം നല്ല രീതിക്ക് കിടന്നുറങ്ങിയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ ഒരു ഉറക്കക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പിന്നെ നമ്മൾ 2 മണിക്ക് തന്നെ എഴുന്നേറ്റു, മേക്കപ്പൊക്കെ തുടങ്ങി. അപ്പം നമുക്ക് 7 മണിയാകുമ്പോൾ റെഡിയായിട്ട് നമ്മൾ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത് ഇവിടെ അടുക്കത്ത് അമ്പലത്തിലേക്കാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും, അത് നമ്മളെ ഈ ആമക്കൊക്കെ ചോറ് കൊടുക്കുന്ന ആ ഒരു ആചാരമുണ്ട്. അപ്പം ആ ഒരു അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൻ്റെ അടുത്ത് ഒരു നല്ല എന്താ പറയുക സീനറി ഒക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. നല്ല സൺലൈറ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലുക്ക് നമുക്ക് എന്തായാലും അവിടെ നിന്ന് എടുക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് തീരുമാനിച്ചത്. പക്ഷെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തായാലും കുണ്ടംകുഴി അമ്പലത്തിലേക്കൊന്ന് പോകാനുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. ഇനിയിപ്പോൾ എത്ര ലേറ്റ് ആണെങ്കിലും അമ്പലത്തിൽ പോയി ഒന്ന് തൊഴുതിട്ട് കഴിയാണ്ട് നമ്മൾ എന്തായാലും അങ്ങോട്ടേക്ക്, കാരണം തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ടൈം ഉണ്ടാവില്ല. കാരണം തിരിച്ച് വന്നിട്ട് 9 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട മുഹൂർത്തം 9 മണിക്കായിരുന്നു. സോ അതിന് മുന്നേ നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ചെത്തണമായിരുന്നു. അങ്ങനെ നമ്മളെ ഐ മേക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റായി. ഇനി നമുക്ക് ഹെയറും മാത്രമാണ് ചെയ്യാനുള്ളത്. എൻ്റെ ചായനെ പറ്റിയിട്ടുണ്ട് വാക്ക്. ഉയരം കൂടുന്തോറും ചായയുടെ മധുരം കൂടും. അതിൻ്റെ ഹൈറ്റിലുണ്ട്. സോ നമ്മൾ ഹെയറൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ സാരി ഡ്രൈപ്പ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഹെയർ ആദ്യം വിചാരിച്ചു ലീവ് ചെയ്യാമെന്ന്. പക്ഷേ അത് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലാസ്റ്റ് തലേ ദിവസം തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ് വേണ്ടതെന്ന്. അപ്പം ഞാൻ പ്രഗ്യേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഹെയർ സ്റ്റൈലിലേക്കാണ് നമ്മൾ ലാസ്റ്റ് പോയത്. അപ്പോൾ നമ്മൾ മേക്കപ്പൊക്കെ ഏകദേശം കഴിയാറായി. മേക്കപ്പ് കഴിഞ്ഞു, ഹെയർ കഴിഞ്ഞു. ഇനി നമ്മൾ സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളെ ഫൈനൽ ലുക്ക് കാണാം. അങ്ങനെ ഇപ്പം നമ്മൾ ഏകദേശം സെറ്റായിക്കൊണ്ട് വരുവാണ്. ഇനിയിപ്പോൾ ഗോൾഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ നമ്മളെ ഇന്നത്തെ ലുക്ക് കംപ്ലീറ്റ് ആയി. അതിനുശേഷം പുറത്ത് കസിൻസൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിനുശേഷം അവരെ കാണിക്കാം. ഇങ്ങനെ ഉള്ളിലേക്ക് വന്നു. ആരുമില്ല. സോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് ലുക്ക് വിത്ത് മൈ കസിൻസ്.
എടാ ഒന്ന് ഇതാക്കടാ, പിടിക്കേ. ആ എടാ മുകളിലുണ്ട്. അങ്ങനെ അങ്ങനെ. ആ അങ്ങനെ. ഓ ഗജമഹ. അങ്ങനെ നമ്മളിപ്പോൾ ഫസ്റ്റ് ലുക്കിന് വേണ്ടി പോവാണ്. പക്ഷെ അവിടത്തേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ അമ്പലത്തിൽ പോകുന്നുണ്ട്. ഹലോ ഗൈസ്, ഞാൻ റെഡിയായി. ഇനി നമ്മളെ ഫസ്റ്റ് ലുക്കിന് വേണ്ടിയിട്ട് ടെമ്പിളിൽ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കുണ്ടംകുഴി അമ്പലത്തിലെത്തി. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമുക്ക് ഫസ്റ്റ് ലുക്കിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടായത്. ഭാഗ്യത്തിന് ഞങ്ങൾ എത്തിയ ടൈം തന്നെയായിരുന്നു അവിടെ പൂജ നടന്നുകൊണ്ടുണ്ടായത്. ഫ്രണ്ടിലുള്ള വണ്ടി പറഞ്ഞു. നോക്കി ഇറങ്ങല്ലേ ഇറങ്ങ. എടാ ഇങ്ങോട്ട് നടന്നു വരാം. നൈസ് നൈസ് നൈസ്. വന്നോ നീ അടുത്ത് വന്നോ. ഓക്കെ, അവിടെ ഒന്ന് ഷോർട്ട് ഒന്ന് ഹോൾഡ് ചെയ്യണം. ഈ സൈഡിൽ My fiancé is still my fiancé, okay? വൈഫ് ആവാൻ ഇനി കുറച്ച് ടൈമേ ബാക്കിയുള്ളൂ ഗൈസ്. നല്ല സ്മൈൽ ചെയ്ത് ഒന്ന് ഹോൾഡ് ചെയ്ത്, ഷോർട്ടിലൊന്ന് ഹോൾഡ് ചെയ്ത്. നൈസ് ബ്രോ. തിരിഞ്ഞു നോക്കിയോ? നോക്കിയോ? ഒന്ന് നോക്കിയതോ, ഞങ്ങൾക്ക് ഫേവർ ചെയ്തു. Wow. ഒരു അന്തായം ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നോക്കൂ, 2 മൈൻഡോ ഒരു പാട്ട് പാടി ചെയ്തു. ഡാൻസ് കളിച്ചോ. Ready, 3, 2, 1, smile. Bro, smile with, smile with. Ready? ഗൈസ്, ഞാനൊരു കല്യാണം കഴിച്ചിട്ട് വരാം. കറുത്ത പോലെ ഉണ്ടല്ലോ, കറുത്ത പോലെ ഇല്ലേ? അതെനിക്കും തോന്നി. ഞാനൊരു ഡള്ളായ പോലെ ഉണ്ടോ ഒരു സംശയം.
കേറുന്ന വീഡിയോ കാണുന്നില്ലാന്ന്. മാമേ നമ്മളില് 5 ഉണ്ടാവൂലേ? ഓക്കെ ഗൈസ്, ബൈ ബൈ ഗൈസ്, ബൈ ബൈ. ഓക്കെ ബൈ. ഹലോ ഗൈസ്, ഞാൻ കല്യാണം കഴിച്ചിട്ട് വരാം. ഓളെ വിട്ടിട്ട് വരാം.
അമ്മ മറ്റു സാധനം താലപ്പൊരിയല്ലോ അതിന് പിന്നെ എത്ര ആൾക്കാർ വേണമെന്ന് അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല. വീഡിയോയിൽ ഒരു ദിവസമുണ്ട്. നിനക്ക് ആ വീഡിയോ കാണിച്ചു തരാം വേണേ. നിനക്ക് നിന്റെ ഓവറോൾ ലുക്ക് കാണണ്ടേ? ഇങ്ങനെ ഉണ്ടാവും. നീ ഒന്ന് കറങ്ങിക്കോ. ഇങ്ങോട്ട് നീങ്ങി നിന്നിട്ട് കറങ്ങിക്കോ. ഞാൻ അന്ന് കാണുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ. അപ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വ്ളോഗുമായിട്ട് വരുന്നതായിരിക്കും. പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.